നന്മകൾ നിറയേണ്ട ജീവിതപാതയിൽ കർമ്മഫലങ്ങൾ പരിശുദ്ധമാകണമെങ്കിൽ മറ്റുള്ളവരെ പരിഗണിക്കുവാൻ നമുക്ക് കഴിയണം. അനുസരണശീലം കൈമുതലാക്കണം. അനുസരണ അച്ചടക്കത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനമാണ്. ദൈവത്തെയും വിശുദ്ധ കൽപ്പനകളെയും അനുസരിക്കുന്നത് ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് കാരണമാകുന്നു. അവ മനുഷ്യനെ ശരിയായ ദിശയിലേക്ക് നയിക്കുകയും ജീവിതത്തിൽ അത്ഭുതകരമായ ഫലങ്ങൾ നൽകുകയും ചെയ്യുന്നു. ദേവാലയത്തിൽ വേദപണ്ഡിതന്മാരുമായി സംസാരിച്ചിരുന്ന യേശു, ഇത് എന്റെ ഭവനമാണ്, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്തു. കാനായിലെ വിവാഹ വീട്ടിൽ വീഞ്ഞു തീർന്നു പോയെന്ന് മറിയം യേശുവിനോട് പറയുമ്പോൾ യേശു ആദ്യം വിസമ്മതിച്ചുവെങ്കിലും പിന്നീട് അമ്മയുടെ വാക്കുകൾ അനുസരിച്ചു. അങ്ങനെ ചെയ്തതിലൂടെ ദൈവം തന്റെ ആദ്യ അത്ഭുതം കൊണ്ട് അവിടുത്തെ ആദരിച്ചു. ബുദ്ധിമുട്ടുള്ളപ്പോഴും അർത്ഥശൂന്യമാകുമ്പോഴും നമ്മൾ ശരിയായ കാര്യം ചെയ്യുമെന്ന് ദൈവത്തിന് മുന്നിൽ തെളിയിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യും. ദൈവത്തോട് അനുസരണയില്ലാതായ ആദ്യ മാതാപിതാക്കൾക്ക് പറുദീസ നഷ്ടമായി. ദൈവേഷ്ടം അനുസരിച്ച് അബ്രഹാം ദൈവപ്രീതിയാൽ അനുഗ്രഹീതനായി. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അനുസരണയുള്ള ജീവിതം ദൈവിക ജീവിതമാണ്, നന്മയുള്ള ജീവിതമാണ്. അനുസരണയുടെ ഫലങ്ങൾ പ്രാപിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.